വെൽക്കം ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ ഇതിനു മുന്നേ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അങ്ങനെയുള്ള സോഴ്സുകളെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് നോക്കാം, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അതായത് ഇപ്പോ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ക്യാപിറ്റൽ അസറ്റ് മീൻസ് ഫിക്സ്ഡ് അസറ്റ് അല്ലെ. അതായത് നമ്മുടെ കൈവശമുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് അഥവാ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വിൽക്കുകയാണ് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിത് വേറെ ആർക്കെങ്കിലും കൈമാറുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട്, ഞാൻ അത് 5 ലക്ഷം രൂപക്കായിരുന്നു വാങ്ങിയത്. പിന്നീട് ഞാനത് വിറ്റപ്പോ ഞാനത് വാങ്ങി, അതിന് എനിക്ക് കിട്ടിയ വില എന്ന് പറയുന്നത് ഒരു 15 ലക്ഷം രൂപയാണ്. അപ്പൊ എന്റെ ക്യാപിറ്റൽ ഗെയിൻ എത്ര രൂപയാണ്? അതായത് വാങ്ങിയപ്പോ 5 ലക്ഷം, വിറ്റപ്പോ 15 ലക്ഷം അല്ലെ. ഇപ്പൊ എനിക്ക് കിട്ടിയ ലാഭം 10 ലാഖാണ്. അപ്പൊ അതാണ് എന്ത്? എന്റെ ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ആ 10 ലാഖ് നമുക്ക് എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താം? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള അണ്ടറിൽ ഉൾപ്പെടുത്തി നമ്മൾ അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാൻ വേണ്ട 3 കാര്യങ്ങൾ, വെരി ഇമ്പോർട്ടന്റ്. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാൻ വേണ്ട 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ലാൻഡ് അല്ല, ഫിക്സ്ഡ് അസറ്റ് അല്ലെ, ക്യാപിറ്റൽ അസറ്റ്. ഒന്നാമത്തതാണ് ക്യാപിറ്റൽ അസറ്റ്, നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ അസറ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ മെഷീൻ, ഗുഡ് വില്ല്, ഷെയർസ്, ബോണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറി, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം എന്താണ്? ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. നമ്മുടെ കയ്യിൽ അസറ്റ് ഇരുന്നാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം പോരാ, അവിടെ എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഞാനൊരു ലാൻഡ് വിറ്റു, ഞാനത് വാങ്ങിയപ്പോ 5 ലക്ഷം ആയിരുന്നു, പക്ഷെ വിറ്റപ്പോ എനിക്ക് കിട്ടിയത് 3 ലക്ഷമാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ അതെന്തായി? ക്യാപിറ്റൽ ലോസ് ആയി അല്ലെ. ക്യാപിറ്റൽ ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, അത് ട്രാൻസ്ഫർ ചെയ്യണം, ദെൻ അതിൽ നിന്ന് എന്ത് കിട്ടണം? പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ഭാഗം പറയുന്നത്, അപ്പൊ ഇതാണ് എന്ത്? ഈ ഒരു എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് അല്ലെ. അതായത് ക്യാപിറ്റൽ അസറ്റ് നമുക്ക് വിറ്റ് കിട്ടി, നമ്മുടെ കയ്യിലുള്ള ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്? നോക്കിയോക്ക, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 14, ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തും ആവാം അല്ലെ. നമ്മുടെ കയ്യിലുള്ള ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലാത്ത എന്ത് പ്രോപ്പർട്ടിയും എന്താവാം? ക്യാപിറ്റൽ അസറ്റ് ആവാം. ഓക്കെ, പക്ഷെ ചില ഐറ്റത്തിനെ നമ്മൾ എന്താക്കൂല? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്തില്ല. അതായത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കാത്ത കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെ. സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഓക്കെ, അതായത് നമ്മളിപ്പോ ബിസിനസ്സില് വിൽക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്റ്റോക്ക്. ഓക്കെ, അത് ഇനി അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ്മാൻ, അയാൾ ഫോൺ വിൽക്കുന്ന ബിസിനസ്മാൻ ആണെങ്കിൽ അയാളുടെ സ്റ്റോക്ക് എന്താണ്? ഫോണാണ്. ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലെ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉണ്ട്, അയാൾ അത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, അത് ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് കണക്കാക്കൂല, അതെന്താണ്? അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സോ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കൂല? ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല. ദെൻ അടുത്ത നോക്കൂ, അതുപോലെ തന്നെ പേഴ്സണൽ എഫക്ട്സ്, വ്യക്തിപരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ?
ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം യൂസിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് വസ്തുക്കൾ ഉണ്ടാവില്ലേ? ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മുടെ ഫർണിച്ചർ, അതുപോലെ തന്നെ വസ്ത്രങ്ങള്, അല്ലെ? ഇതൊന്നും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്തില്ല. ദെൻ പക്ഷേ ഇതില് നമ്മളിപ്പോ നമ്മുടെ ഓർണമെന്റ്സ്, ഗോൾഡ്, ഇത് നമ്മുടെ പേഴ്സണൽ എഫക്ട്സ്, അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഈ നമ്മുടെ ഓർണമെന്റ്സ്. അല്ലെങ്കിൽ ഇപ്പോ വളരെ വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പെയിന്റിങ്സ് അല്ലെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വല്ല ശില്പങ്ങള്, പുരാതന വസ്തുക്കള് അല്ലെ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ അതായത് പേഴ്സണൽ എഫക്ട്സിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല എന്ന് പറഞ്ഞു. ഫർണിച്ചർ പോലെയുള്ള ഐറ്റത്തിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്തില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങള് അല്ലെ, ഏത് പറഞ്ഞ കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പെയിന്റിങ്, ഗോൾഡ്, അങ്ങനെയുള്ള അതുപോലെ തന്നെ കുറച്ച് വിലപിടിപ്പുള്ള കുറച്ച് മെറ്റൽസ്, അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ എന്തായിട്ട് ഉൾപ്പെടുത്തും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. അപ്പൊ അത് നമ്മൾ വിൽക്കുകയാണ്, അത് വിറ്റിട്ട് നമുക്ക് എന്ത് കിട്ടി? ഗെയിൻ കിട്ടി. അപ്പൊ അത് എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തണം? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അടുത്തത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്താത്ത കുറച്ച് ഐറ്റത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ നെക്സ്റ്റ് പോയിന്റ് ആണ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ചില റൂറൽ ഏരിയാസിലുള്ള കൃഷിഭൂമി അത് നമ്മൾ വിറ്റു, അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷേ നമ്മളിപ്പോ അർബൻ ഏരിയാസിന് അടുത്തുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണെന്ന് വിചാരിച്ചോ, അത് നമ്മൾ വിറ്റു, അതിന് നമുക്ക് ലാഭം കിട്ടി, അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് അതിനെ നമ്മൾ എന്തായിട്ട് ഉൾപ്പെടുത്തില്ല? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്താത്ത, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഉൾപ്പെടുത്താത്ത ഒരു അസറ്റ് നമ്മൾ വിറ്റു, അതിൽ നമുക്ക് ഗെയിൻ ഉണ്ടായി, അതിനെ നമ്മൾ എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തില്ല? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തില്ല. അപ്പൊ ഇവിടെ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അതൊരു ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ, ഈ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെ, ഇതൊക്കെ എങ്ങനെയാണ് അതിനെ ഒന്ന് എന്താ പറയാ, നമ്മൾ ഇങ്ങനെ തരംതിരിക്കുക എങ്ങനെയാണ്? ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ നോക്കാം, ഇപ്പൊ ഇവിടെ ഒരു ഈ അർബൻ ഏരിയാസിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 10,000 വരെയാണ്. അതേപോലെ തന്നെ ഒരു നമ്മുടെ അർബൻ ഏരിയാസിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ വരെ, അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ 10,000 മുതൽ 1 lakh വരെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ അർബൻ ഏരിയാസിൽ നിന്ന് ഉള്ള ഒരു ദൂരം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ വരെ, അത് 1 lakh, അവിടുത്തെ പോപ്പുലേഷൻ 1 lakhന് മുകളിലാണ് എങ്കിൽ അതൊക്കെ എന്താണ്? നമ്മുടെ ഇത് ഒരു അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം നമുക്ക്, ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് അല്ലെ, അതായത് ഗോൾഡ് മോണിറ്റൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ട് ഓർ ഗോൾഡ് മോണിറ്റൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഇതിനെയൊന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999 issued under the gold deposit scheme 1999 or deposit certificate issued under gold monetization scheme 2015 notified by central government are not covered under capital asset. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ അസറ്റിന്റെ അണ്ടറിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കി നോക്കാം. ഈ ഇപ്പൊ നമ്മള് ക്യാപിറ്റൽ അസറ്റ് എന്താന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി ഈ ക്യാപിറ്റൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സുകളാണ്. അതിൽ ഒന്നാമത്തതാണ്
ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞു എന്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഫിക്സ്ഡ് അസറ്റ് അല്ലെ, അതായത് നമുക്ക് നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു വാല്യൂ ഉള്ള അസറ്റുകളാണ് എന്ത് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീസ് ഹോൾഡ് റൈറ്റ് അല്ലെ, നമുക്കിപ്പോ ഒരു എന്താണ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലീസ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അതെന്താണ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഫേം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിങ്ങിനുള്ള റൈറ്റ് അത് അയാളുടെ ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലെ. ഇത് അയാൾക്ക് വേണമെങ്കിൽ വിൽക്കാം ഇല്ലേ. ഇപ്പൊ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ലൈസൻസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എന്താണ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് നടത്താനുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വിറ്റു. ആ ഒരു ലൈസൻസ് ഞാൻ വേറൊരാൾക്ക് വിറ്റു. അപ്പൊ ആ ലൈസൻസിന് വിറ്റതിന് പകരമായിട്ട് എനിക്കൊരു മീൻസ് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് അല്ലെ, അതും എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിംഗ്, അതുപോലെ തന്നെ മെഷീനറി, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഷെയറുകള്, അങ്ങനെ പെർമിറ്റുകൾ, എന്തിനെങ്കിലും അനുമതി പത്രങ്ങളൊക്കെ നമുക്ക് കിട്ടാം, അത് നമ്മൾ വിറ്റു. അതുപോലെ തന്നെ ജ്വല്ലറി, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ അസറ്റിന്റെ അണ്ടറിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ജ്വല്ലറിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോ നമ്മുടെ ഓർണമെന്റ്സ് അല്ലെ, അതായത് ഇപ്പൊ നമ്മുടെ ഗോൾഡ്, അതുപോലെ തന്നെ ഈ വെള്ളി, പ്ലാറ്റിനം, അങ്ങനെ കുറച്ച് വിലപിടിപ്പുള്ള എന്താ പറയാ ഈ മെറ്റൽസ് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസുകൾ അല്ലെ. അപ്പൊ അതൊക്കെ എന്താവും, അതൊക്കെയാണ് ഈ ജ്വല്ലറി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അല്ലെ. അതിപ്പോ നമ്മുടെ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഗോൾഡ് മാത്രല്ല, നമുക്ക് വിലപിടിപ്പുള്ള എന്തും ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതെന്തും എന്താണ് ജ്വല്ലറി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FII, ഇത് നമ്മള് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കൈവശം വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ്, അതെപ്പോഴും നമ്മൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കും അയാൾ അതാണല്ലോ ബിസിനസ്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെക്യൂരിറ്റീസ് ആണല്ലോ വിൽക്കുന്നത്, അയാളുടെ ബിസിനസ് അതാണല്ലോ, അപ്പൊ അതിനെ നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടല്ലേ കണക്കാക്കേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മളിപ്പോ ജ്വല്ലറിന്റെ കേസ് പറഞ്ഞപ്പോ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ ഉൾപ്പെടുക, നമ്മുടെ ഷെയർസ്, സ്റ്റോക്സ്, ബോണ്ട്, ഡിബെഞ്ചേഴ്സ്, ഡെറിവേറ്റ്സ് അല്ലെ, ഡെറിവേറ്റീവ്സ് ദെൻ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും എന്താക്കും ഈ ഒരു മീൻസ് സെക്യൂരിറ്റീസ് എന്നതിന്റെ അണ്ടറിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് നിങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ അസറ്റുമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് ആണ് സെൽഫ് ജനറേറ്റഡ് അസറ്റ് അല്ലെ. സെൽഫ് ജനറേറ്റഡ് അസറ്റ് അതെന്താ, സെൽഫ് ജനറേറ്റഡ് അസറ്റ് എന്ന് പറയുമ്പോ ഒരു ബിസിനസ് നടത്തുമ്പോ നാച്ചുറൽ ആയിട്ട് രൂപപ്പെടുന്ന കുറച്ച് അസറ്റുകൾ ഉണ്ട്, അതിനെയാണ് നമ്മൾ സെൽഫ് ജനറേറ്റഡ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് വിൽ, അതുപോലെ തന്നെ നമ്മുടെ ടെനൻസി റൈറ്റ് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് പെർമിറ്റ്, ലൂം ഹവേഴ്സ് അല്ലെ, അങ്ങനെ അല്ലെങ്കിൽ റൈറ്റ് ടു മാനുഫാക്ചർ, എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു അവകാശം നൽകുക. ഇതൊക്കെ വിൽക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും, ഒരു എമൗണ്ട് കിട്ടില്ലേ, അതെന്താണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യും. അതിന് നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ ടാക്സ് കണക്കാക്കണം അല്ലെ. അപ്പൊ ഇവിടെ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ എങ്ങനെ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു സാധനം
ഇപ്പോ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങിയപ്പോൾ 5 ലക്ഷമാണ്, വിറ്റപ്പോ അതൊരു 10 ലക്ഷത്തിന് വിറ്റു അല്ലെ. അപ്പൊ നമുക്ക് പറയാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 5 lakh ആണ് അല്ലെ. മീൻസ് വാങ്ങിയത് 5 ലക്ഷത്തിനും വിറ്റത് 10 ലക്ഷത്തിനും ഡിഫറൻസ് എത്രയാണ്? 5 lakh ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം 5 lakh ആണ്. പക്ഷെ ഒരു സെൽഫ് ജനറേറ്റഡ് അസറ്റ് ആണ് ഇത്, നമ്മൾ ഒന്നും എവിടുന്നും വാങ്ങുന്നൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഗുഡ്വിൽ നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായതാണ്. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ദാറ്റ് മീൻസ് നമ്മൾ അത് വാങ്ങുന്നില്ലല്ലോ അല്ലെ, ഓൾറെഡി ഇങ്ങനെ നാച്ചുറലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 ആക്കി എടുക്കുക. അപ്പൊ ആ ഒരു ഗുഡ്വിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു, അതിന് എനിക്കൊരു ഗുഡ്വിൽ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ വിറ്റപ്പോ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, ദെൻ ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു 10 lakh. കാരണം എന്താണ്? ഇതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0, നമ്മൾ അത് വാങ്ങിയതല്ല, ഓൾറെഡി സെൽഫായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിന്റെ ടൈപ്സ്. ഇപ്പോ പ്രധാനമായിട്ടും ക്യാപിറ്റൽ അസറ്റ് 2 ടൈപ്പാണ്. ഏതൊക്കെയാണത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മൾ ഈ കുറഞ്ഞ കാലത്തേക്ക് നമ്മുടെ കൈവശം വെച്ചിട്ടുള്ള അസറ്റ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ലാൻഡ് വാങ്ങി. ഓക്കെ, ദെൻ അത് ഞാൻ എന്ത് ചെയ്യാണ്? 1 വർഷം കഴിഞ്ഞപ്പോ അത് വിറ്റു. ആകെ ഞാൻ ആ ലാൻഡ് ഹെൽഡ് ചെയ്ത് വെച്ചത് എത്ര പീരീഡിലേക്കാ? 1 ഇയറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു ക്യാപിറ്റൽ അസറ്റിനെ അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നത് എന്തിന്റെ ബേസിലാണ് നമ്മൾ തരംതിരിക്കുന്നത്? ആ അസസി എത്ര പീരീഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ബേസിലാണ് ഇത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് തരംതിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ സാധാരണയായി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്യാപിറ്റൽ അസറ്റ് 36 months അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ പീരീഡില് ഒരു അസസി കൈവശം വെച്ചു, ദെൻ അതിനുശേഷം അയാൾ വിറ്റു, അയാൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടി. അപ്പൊ അതെന്തായി? അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു പീരീഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ് ആ പീരീഡ്? 36 months. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നത് എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കുക? ആ ഒരു അസറ്റ് വാങ്ങി അത് എത്ര കാലം ഈ ഒരു അസസി കൈവശം വെച്ചിട്ടുണ്ട് എന്ന് നോക്കണം അല്ലെ. അതായത് 36 months ഓർ ലെസ്, 36 months അതിനേക്കാളും കുറഞ്ഞ കാലയളവിലാണ് ഈ ഒരു അസസി ഈ ഒരു അസറ്റ് കൈവശം വെച്ചത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഏതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഷെയറുകൾ, സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ UTI യൂണിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, 0 കൂപ്പൺ ബോണ്ട് അല്ലെ. ഇതിന്റെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോ സാധാരണ നോർമൽ അസറ്റിന്റെ കേസാണ് പറഞ്ഞത്, ഏത്? നമ്മുടെ 36 months. പക്ഷെ ഷെയറിന്റെയും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി, UTI യൂണിറ്റ്, മ്യൂച്വൽ ഫണ്ട്, അതായത് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ടല്ലോ, അതിന്റെ കേസില് ഒരു അസറ്റ് മീൻസ് ഈ സെക്യൂരിറ്റീസ് കൈവശം വെച്ചത് 12 monthsനേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്തായി മാറി? ലോങ് ടേം അസറ്റ് ആയി മാറി. ബാക്കിയുള്ളത് മീൻസ് സാധാരണ ഈ ലാൻഡ്, ബിൽഡിങ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? 36 monthsനേക്കാളും കുറഞ്ഞ കാലയളവിലാണ് കൈവശം വെക്കുന്നത് എങ്കിൽ അത് ഷോർട്ട് ടേം ആയി. അതിനേക്കാളും കൂടുതൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയി. മറ്റ് സെക്യൂരിറ്റീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12 months അതാണ് അതിന്റെ പീരീഡ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 12 monthsനേക്കാളും കൂടുതൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയി.
അതിനേക്കാളും കുറവ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആയി. ഓക്കെ. ഇനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം മനസ്സിലായി അല്ലെ. സാധാരണയായി 36 മന്തിനേക്കാളും ഒരു അസറ്റ് ഹെൽഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം അസറ്റ് ആയി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പൊ ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 36 മന്തിനേക്കാളും കുറഞ്ഞ കാലയളവിൽ ഒരാൾ ഒരു അസറ്റ് ഹെൽഡ് ചെയ്തു, എന്നിട്ട് അത് വിറ്റു, അയാൾക്ക് ലാഭം കിട്ടി, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ 36 മന്തിനേക്കാളും കൂടുതൽ കാലയളവിൽ ഒരാൾ അസറ്റ് ഹെൽഡ് ചെയ്ത് വെച്ചു, ദെൻ അയാൾ അത് വിറ്റു, അതെന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തില് ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കും? ഒന്ന്, ഈ അസറ്റ് എത്ര പീരീഡ് ഇയാൾ അത് ഹെൽഡ് ചെയ്ത് വെച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ടൈം പീരീഡ് ഓഫ് അസറ്റ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും തരംതിരിക്കുന്നത്? ഷോർട്ട് ടേം ആണെങ്കിൽ 36 മന്തിനേക്കാളും 36 മന്തോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവോ. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ 36 മന്തിനേക്കാളും കൂടുതൽ അല്ലെ. ഇനി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എങ്ങനെയാണ്? അതായത് ഇൻകം ടാക്സില് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്, അതിന്റെ 15% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിലോ നമുക്ക് എത്രയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 20% ആണ് എന്ത് നമ്മള് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ വേറൊരു കേസ് പറയാനുള്ളത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ ഞാനൊരു ലാൻഡ് വാങ്ങിയപ്പോൾ 5 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ആ ലാൻഡ് ഞാൻ വാങ്ങാനും അതുപോലെ തന്നെ അതിലെന്തൊക്കെയോ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ആയിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ലാൻഡ് വാങ്ങിയത് 5 ലക്ഷം രൂപക്കാണ്, എനിക്കത് അതിന്റെ മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട് അല്ലെ. മൊത്തം എനിക്ക് ഇതിന് ഈ ലാൻഡിന്റെ മുകളിൽ ഒരു 7 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ലാൻഡ് വിറ്റു. അപ്പോ വിറ്റപ്പോ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 15 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ എന്തായിരിക്കും? ഈ 15 ലക്ഷത്തിന്റെ മുകളിലും ടാക്സ് കൊടുക്കണോ? വേണ്ട. എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ 7 ലക്ഷം അല്ലെ, അതായത് ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് ഈ ലാൻഡ് വാങ്ങിയത് 5, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് 2 ലാക്ക് അല്ലെ, അങ്ങനെ മൊത്തം 7 ലാക്ക് എനിക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. ബാക്കിയുള്ളതിന്റെ മുകളിലാണ്, ബാക്കി കിട്ടുന്നതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 20%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 15% ടാക്സ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് അല്ലെ, അതായത് ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും എക്സംപ്ഷൻ കിട്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എക്സംപ്ഷൻ കിട്ടുന്നത് ഏതൊക്കെയാണ്? എന്താണ് ഈ സെക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 54B, 54D, 54G and 54GA ആർ അലൗഡ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഈ എക്സംപ്ഷൻ ഒക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ലോങ് ടേം ആണെങ്കിലോ അണ്ടർ സെക്ഷൻ 54B, 54D, 54EC, 54EE, 54F, 54G, 54GA and 54GB ആർ അലൗഡ്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിനിന്റെ കേസിലുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അല്ലേ. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്താന്ന് പഠിച്ചു, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഉൾപ്പെടുത്താത്തത്, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ നമ്മൾ പഠിച്ചു. ഇനി ദെൻ എന്താണ് ഈ ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ? സെക്ഷൻ 2 സബ്സെക്ഷൻ 47 അല്ലേ, അതിലെന്താ പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ക്യാപിറ്റൽ അസറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ.
അപ്പോൾ അതിൻ്റെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഒരാൾക്ക് എൻ്റെ ലാൻഡ് കൊടുത്തു, അതോട് കൂടിയിട്ട് എൻ്റെ ആ ലാൻഡിൻ്റെ മുകളിലുള്ള അവകാശം അവിടെ നഷ്ടപ്പെട്ടു അല്ലേ? അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫർ ആയി കണക്കാക്കുന്ന കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സെയിൽ അല്ലേ? നമുക്കറിയാം, സെയിൽസ് നടത്തിയാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ലാൻഡ് ഞാനത് വിറ്റു, അതോട് കൂടിയിട്ട് എനിക്ക് ആ ലാൻഡിൻ്റെ മുകളിലുള്ള റൈറ്റ് നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഈ സെയിൽസിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കും. ദെൻ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അല്ലേ? അതായത് ഒരു അസറ്റ് മറ്റൊരു അസറ്റിന് പകരം കൊടുക്കുക. ഇപ്പോൾ എനിക്കൊരു വീടുണ്ട്, ആ വീട് ഞാൻ എന്ത് ചെയ്തു? വേറൊരാൾക്ക് കൊടുത്തു. പകരം ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിലുള്ള ഒരു ലാൻഡ് വാങ്ങി. ഓക്കെ, അപ്പോൾ ഇതിനെയും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കും അല്ലെ? എക്സ്ചേഞ്ച് ചെയ്യുക, സെയിൽ ചെയ്യുക. ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കൂ, റീലിങ്ക്വിഷ്മെന്റ് അല്ലേ? അതായത് എന്താണ്? നമ്മുടെ റൈറ്റ് നമ്മൾ ഉപേക്ഷിക്കുക അല്ലേ? അതായത് എനിക്കിപ്പോൾ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റിൻ്റെ മുകളിൽ എനിക്കൊരു റൈറ്റ് ഉണ്ടായിരുന്നു, ആ റൈറ്റ് ഞാനൊന്ന് വേണ്ടാന്ന് വെക്കുക, വിട്ടുകൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് അതേപോലെ തന്നെ എന്താണ്? എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ഓഫ് റൈറ്റ് അല്ലേ? അതായത് റൈറ്റ് ഇല്ലാതാക്കുക. അതായത് ആ ഒരു അസറ്റിലുള്ള അവകാശം അവസാനിപ്പിക്കുക, ഇല്ലാതാക്കുക. ദെൻ അതുപോലെ തന്നെ കമ്പൽസറി അക്വസിഷൻ ബൈ ഗവൺമെന്റ് അല്ലേ? അതായത് ഗവൺമെന്റ് നിയമപ്രകാരം എന്ത് ചെയ്യും? നിയമപ്രകാരം നമ്മുടെ അസറ്റ്, ലാൻഡ് പോലെയുള്ള അസറ്റുകൾ എന്ത് ചെയ്യും? ഏറ്റെടുക്കും അല്ലേ? അങ്ങനെ അതും എന്താണ്? ട്രാൻസ്ഫർ ആയിട്ട് ഉൾപ്പെടുത്തും. അതായത് ഇപ്പോൾ ചില സിറ്റുവേഷനിൽ കണ്ടിട്ടില്ലേ, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ചില ആളുകളുടെ ലാൻഡൊക്കെ എന്ത് ചെയ്യും? കമ്പൽസറി അക്വയർ ചെയ്യും. അത് വേണം എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കും, അതിന് പകരം എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ആൾക്ക് കൊടുക്കും അല്ലെ? ഇതിനെയും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ഉൾപ്പെടുത്തും. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുന്നത്. ഓക്കെ, അതായത് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുക എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസറ്റ് അത് ബിസിനസ് സ്റ്റോക്ക് ആക്കിയിട്ട് മാറ്റുക അല്ലേ? അതിനെയും നമ്മൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്നാണ്, ആ ഒരു പേരിലാണ് അറിയപ്പെടുക. നമ്മുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് എന്താക്കി മാറ്റുകയാണ്? ബിസിനസ് സ്റ്റോക്ക് ആക്കിയിട്ട് മാറ്റുകയാണ്. ദെൻ അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ട് മെച്യൂരിറ്റി ഓർ റിഡംഷൻ. സീറോ കൂപ്പൺ ബോണ്ടിന്റെ കാലാവധി അവസാനിച്ചു, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിൽ നമ്മൾ അവസാനിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു മീൻസ് ബോണ്ടിന്റെ മൂല്യം നമുക്ക് കിട്ടും അല്ലെ? അതിനെയും നമ്മൾ എന്താണ് പറയുക? ട്രാൻസ്ഫർ എന്നാണ് പറയുക. ഇപ്പൊ ഞാനൊരു 5 വർഷത്തേക്ക് ഒരു ബോണ്ട് ഞാൻ വാങ്ങി, ആ 5 വർഷം അവിടെ കാലാവധി കഴിഞ്ഞു, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ആ ബോണ്ടിന്റെ ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടും. അതെന്താണ്? ട്രാൻസ്ഫർ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ദെൻ അതുപോലെ തന്നെ നോക്കി നോക്കൂ, പ്രോപ്പർട്ടി പൊസഷൻ അല്ലേ? അതായത് പ്രോപ്പർട്ടി പൊസഷൻ നമ്മളിപ്പോൾ ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്? പൊസിഷൻ കൈവശം വെക്കാനുള്ള ഒരു അസറ്റ് കൈവശം വെക്കാനുള്ള അവസരം കൊടുക്കുക. അതും എന്താണ്? ട്രാൻസ്ഫർ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടും. ദെൻ അതുപോലെ തന്നെ എൻജോയ്മെന്റ് റൈറ്റ് ട്രാൻസ്ഫർ അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് ലഭിക്കുക അല്ലേ? ഉപയോഗിക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് ലഭിക്കുന്ന ട്രാൻസാക്ഷൻസിനൊക്കെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇതിനൊക്കെ നമ്മൾ ട്രാൻസ്ഫർ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അല്ലേ? അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്കിപ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത് നോക്കി നോക്കൂ. ഒന്നാമത്തതാണ് ഈ പ്രിഫറൻസ് ഷെയർ അല്ലേ? പ്രിഫറൻസ് ഷെയർ കമ്പനി റിഡംഷൻ നടത്തുക, ദാറ്റ് മീൻസ് അത് തിരിച്ചു വാങ്ങുക അല്ലെ? റിഡീം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ നമ്മളൊരു ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും കമ്പനിക്ക്, ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്കത് തിരിച്ചു നൽകും
അല്ലേ? അപ്പം അതെന്താണ്? ട്രാൻസ്ഫർ ആണ് അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തു, അങ്ങനെയായാലും അത് ട്രാൻസ്ഫർ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത് ഈ ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും അസറ്റ് കൊടുക്കുക, അതായത് കമ്പനി പൂട്ടിപ്പോവാണ്, അപ്പോൾ അവിടെയുള്ള അസറ്റ് ഈ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ഈ നമ്മളിപ്പോൾ ഈ മൈനിങ് ലീസ് അല്ലേ, മൈനിങ് ലീസ് പ്രീമിയം ലഭിക്കുക. അതേപോലെ തന്നെ ഈ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 99 ഇയേഴ്സിലേക്കൊക്കെ ഒരു ലാൻഡ് ലീസിന് കൊടുത്തിട്ട് പ്രീമിയം അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും എക്സാമ്പിൾസുകളെ കുറിച്ചിട്ടാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാത്ത കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രാൻസ്ഫർ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇതിന് ചില ട്രാൻസാക്ഷൻസിനെ നമ്മൾ ട്രാൻസ്ഫർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല. സെക്ഷൻ 46 ആൻഡ് 47 അതാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അതായത് ചില കാര്യങ്ങളിൽ അവിടെ ട്രാൻസ്ഫർ നടന്നാലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഈടാക്കാത്ത ട്രാൻസ്ഫറുകളുണ്ട്. അതായത് ഇത് അവിടെ ചിലപ്പോൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരിക്കും, ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിരിക്കും, പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിനെ ട്രാൻസ്ഫർ ആയിട്ട് ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാത്തത് കൊണ്ട് അത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. ഏതൊക്കെയാണത് നോക്കി നോക്കാം. ഒന്ന്, ഇപ്പോൾ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ അസറ്റ് ഷെയർ ഹോൾഡർക്ക് നൽകുന്നത് അല്ലേ, അത് കമ്പനിയുടെ കയ്യിൽ എന്തല്ല, അത് ട്രാൻസ്ഫർ അല്ല. ഓക്കെ, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു എന്താണ് ഈ ട്രാൻസ്ഫറിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഷെയർ ഹോൾഡർക്ക് അസറ്റ് കൊടുക്കുന്നത് എന്ന്. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ HUFന്റെ ഈ അസറ്റുകൾ പാർട്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഒരു കമ്പനി ഇപ്പോൾ ഒരു 100% ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിക്ക് അസറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡീമെർജറിന്റെ സമയത്ത് ചില അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇനി അടുത്ത നമുക്ക് നോക്കി നോക്കാം. എപ്പോഴാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക? എപ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക? ഇപ്പൊ സാധാരണയായിട്ട് നമ്മളൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ വർഷത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ വർഷം തന്നെ അതിനെ ടാക്സ് കൊടുക്കണം അല്ലേ? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വർഷം വിറ്റു അസറ്റ്, എൻ്റെ കയ്യിലുള്ള അസറ്റ് വിറ്റു, പക്ഷേ അത് വാങ്ങിയ ആൾ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് ഈ വർഷം ക്യാഷ് തന്നിട്ടില്ല. പക്ഷെ ഞാൻ ടാക്സ് അടക്കുന്നത് ഏത് വർഷമായിരിക്കും? ഈ വർഷം എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി, കിട്ടിയിട്ടില്ലെങ്കിലും എന്താണ്, നമുക്ക് പൈസ പിന്നീട് കിട്ടിയാലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണോ ട്രാൻസ്ഫർ നടന്നത്, ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ എപ്പോഴാണോ നടന്നത് ആ ഇയർ ആണ് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് 2026 ഞാനൊരു ഭൂമി വിറ്റു, പക്ഷെ ക്യാഷ് കിട്ടിയത് 2027 അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് ഏത് ഇയറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2026. എപ്പോഴാണോ ട്രാൻസ്ഫർ നടന്നത് ആ ഇയറിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ കുറച്ച് എക്സംഷൻസ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ഏത് ഇയറാണ് നടന്നത് ആ ഇയറിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ടാക്സ് മറ്റൊരു വർഷത്തിലേക്ക് വരാം. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഫയർ അല്ലെങ്കിൽ ഈ ഫ്ലഡ് പോലെയുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ മൂലം നമ്മുടെ അസറ്റ് നശിച്ചു അല്ലേ? അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഈ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് കമ്പൽസറി അക്വസിഷൻ അല്ലേ? അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓർ HUF ഭൂമി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിൽഡിംഗ് ഡെവലപ്പറിന് കൊടുക്കുന്ന സ്പെസിഫൈഡ് എഗ്രിമെൻറ്റ് സെക്ഷൻ 45 സബ്സെക്ഷൻ 50A, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സംഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സെയില്, എക്സ്ചേഞ്ച്, റൈറ്റ്, സറണ്ടർ, ഗവൺമെൻറ് അക്വസിഷൻ, ഒക്കെ
ഇനി നോട്ട് ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ പറ്റാത്തതാണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ വില്ല്, HUFന്റെ പാർട്ടീഷൻ, അതുപോലെ തന്നെ എന്താണ് ഈ കുറച്ച് കമ്പനികൾ റീസ്ട്രക്ചർ ചെയ്യുന്നത് മൂലം അവരുടെ അസറ്റ് മാറ്റുക, അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു ചാപ്റ്ററിലെ പ്രോബ്ലം പാർട്ടിലേക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അല്ലേ? അപ്പം അതിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിലാദ്യം നോക്കുക, ഫസ്റ്റ് ഫുൾ കൺസിഡറേഷൻ ഓർ സെയിൽസ് പ്രൊസീഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു അസറ്റ് വിറ്റു, നമുക്ക് കിട്ടിയിട്ടുള്ള കൺസിഡറേഷൻ, അതായത് നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ് അതാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ അതിൽ നിന്ന് നമുക്ക് ഈ സെയിൽസ് നടത്താൻ നമുക്ക് ചിലവ് വരുമല്ലോ, അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും സെയിൽസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. അതായത് ലെസ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു 1 lakh കിട്ടിയെന്ന് വിചാരിച്ചോ, ഇതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, ബാക്കി വരുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ, ദെൻ ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അതായത് നമ്മൾ ഈ ഒരു അസറ്റ് വാങ്ങിയപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ചെലവ്, അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, നമ്മൾ ഇനി ഒരു അസറ്റിൻ്റെ മുകളിൽ വിൽക്കുന്നതിന് മുന്നേ എന്തെങ്കിലും മെയിൻ്റനൻസോ ഇംപ്രൂവ്മെൻറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 54B, 54D, 54G, 54GA, ഇഫ് എനി, ഇതെന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതെന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ദെൻ അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അർജുൻ എന്ത് ചെയ്തു? സോൾഡ് എ ഹൗസ് പ്രോപ്പർട്ടി. എന്നാ വിറ്റത് നോക്കി നോക്കൂ, 30/1/2020, അല്ലെ? എത്ര രൂപക്കാണ് വിറ്റത്? 3,25,000 ഇയാള് ഈ പ്രോപ്പർട്ടി വിറ്റത്. ദെൻ ഇയാളിത് പർച്ചേസ് ചെയ്ത് നോക്കി നോക്കൂ, 1/6/2018, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ നോക്കണം ഇത് ഷോർട്ട് ടൈം ആണോ മീൻസ് ലോങ് ടൈം ആണോ എന്ന് നമുക്ക് അറിയണം. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇത് ലാൻഡ് ഹൗസ് പ്രോപ്പർട്ടി ആണ്, നമുക്കറിയാം 36 months അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് കാലയളവിൽ ഒരാൾ ഒരു അസറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ദെൻ അതിനുള്ളിൽ തന്നെ അത് വിൽക്കുകയാണെങ്കിൽ അതെന്തായി? ഷോർട്ട് ടൈം ആണ്, അല്ലേ? അപ്പം ഇവിടെ നോക്കി നോക്കൂ, ഇയാൾ വാങ്ങിയത് 1/6/2018 ആണ്, അല്ലേ? 36 months എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 വർഷം, 3 വർഷത്തിൽ കൂടുതൽ, അല്ലേ? അപ്പം ഇവിടെ 1/6, അതായത് നെക്സ്റ്റ് ജൂൺ വരുമ്പോൾ 2019 വരും. ദെൻ ഇവിടെ ആകെ ഇത് എത്ര വർഷമേ കൈവശം വെച്ചിട്ടുള്ളൂ? 1.5 വർഷം മാത്രമേ ഇത് കൈവശം വെച്ചിട്ടുള്ളൂ, അല്ലേ? അതായത് 30/1/2020 ഇത് വിറ്റിട്ടുള്ളത്. അപ്പം ആകെ 1.5 വർഷമാണ് ഇത് കൈവശം വെച്ചിട്ടുള്ളൂ, അല്ലേ? നമുക്കറിയാം 36 months ഒരാൾ മന്തോ അതിനേക്കാൾ കൂടുതൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പോഴാണ് അത് ലോങ് ടൈം ആവുക. ഇത് 36 months ഉണ്ടോ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 36 months ഇല്ല, 36 monthsനേക്കാളും കുറവാണ്. സോ അപ്പോൾ ഇതെന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇയാളിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ വില നോക്കി നോക്കൂ, 1,70,000 ആണ്, അല്ലേ? അതേപോലെ തന്നെ ഈ അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട്, ഇതിന് മുന്നേ ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇയാൾ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതിന് ഇയാൾ ചെലവാക്കിയിട്ടുള്ളത് എത്രയാണ്? 27,500 രൂപയാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമുക്ക് ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ്, അല്ലേ? ഇതാണ് നമ്മുടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. സെയിൽസ് പ്രൊസീഡ്സ് എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടിയത് 3,25,000, അല്ലേ? ദെൻ അതിൽ നിന്ന് നമുക്കിനി എന്താണ്? ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്കത് കുറക്കാം, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അല്ലേ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയാണ്? 1,70,000 ആണ്. അപ്പോൾ മൈനസ് 1,70,000. അതെ, അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, എത്രയാണ്? 27,500, അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കൂ,
ഈ 3,25,000 നിന്ന് 1,70,000 27,500 കൂടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? ബാക്കി നമുക്ക് 2 ലക്ഷത്തി അല്ല 1 ലക്ഷത്തി അല്ല, ഇതിപ്പോൾ എത്ര വരും? ഓക്കെ, ബാക്കി നമുക്ക് എത്ര കിട്ടും? 27,500 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 27,500 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ നമുക്ക് എക്സംഷനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ അത് പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ എക്സംഷൻ വരുന്ന പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ടിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ഇനി നമ്മൾ അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ഇവിടെ എന്താ ഷോർട്ട് ടേമും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ കൺസിഡറേഷൻ ഓർ സെയിൽസ് പ്രൊസീഡ്സ്, അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുന്നു. അതൊക്കെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ അതുപോലെ തന്നെയാണ്. ഡിഫറൻസ് എവിടെയാണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അവിടെ നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി 36 മന്തിനേക്കാളും കൂടുതൽ ഒരു അസസി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അസറ്റ് അയാൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ദെൻ അയാൾക്ക് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നു. അതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ 20 വർഷം മുന്നേ ഒരു അസറ്റ് വാങ്ങി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 98-ലൊക്കെ ഒരാൾ ഒരു അസറ്റ് വാങ്ങി, ദെൻ അത് ഇപ്പോഴാണ് അയാൾ വിൽക്കുന്നത് എന്ന് വിചാരിച്ചോ. അപ്പോൾ നോക്കി നോക്കൂ, അപ്പോൾ അന്ന് അയാൾ ഇപ്പോൾ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 റുപ്പീസിനൊക്കെ ആയിരിക്കും ആ അസറ്റ് വാങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ അത് ഇന്ന് അത് വിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്കൊരു 10 lakh അല്ലെങ്കിൽ 25 lakh ഒക്കെ അയാൾക്ക് കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ അവിടെ നമ്മൾ ഈ 10 lakhൽ നിന്ന് വെറും കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു അല്ലേ, അത് നമുക്ക് എന്താണ്, അതായത് അന്നത്തെ 10,000-ന് അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ? അന്നത്തെ 10,000-ന്റെ വാല്യൂ ഇന്നത്തെ 10,000-നുണ്ടോ? ഇല്ല അല്ലേ? അതായത് മണിയുടെ വാല്യൂ കുറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ 10,000-ന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണ് ആ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇൻഡെക്സേഷൻ ടേബിൾ, ഇൻഡെക്സ് ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ ഓരോ ഇയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇയറിലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ദെൻ അപ്പോൾ ആ ഒരു മണിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നമ്മുടെ ഈ ഫുൾ കൺസിഡറേഷൻ ഓർ സെയിൽസ് പ്രൊസീഡ്സ്, ദെൻ അതിന് ശേഷം നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ലെസ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നു. ദെൻ അതിൽ നിന്ന് സെക്ഷൻ 54B, 54D, 54G, 54GA, 54F, 54GB, 54EC അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ദെൻ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലേ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്കറിയാം, നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ ചെലവാക്കിയത് അതാണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഉടമസ്ഥാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസസുകൾ ഉണ്ടാവും. അതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് നോട്ട്സുകൾ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് 1/4/2001 ശ്രദ്ധിക്കുക, 1/4/2001 മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ,
ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര രൂപക്കാണ് ആ അസറ്റ് വാങ്ങിയത് എന്ന് നോക്കുക. അതല്ലെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ എടുക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു അസറ്റ് 1998 ഒരു ലാൻഡ് വാങ്ങിയെന്ന് വിചാരിച്ചോ. അതിനിപ്പോൾ ആ ലാൻഡ് വാങ്ങിയപ്പോൾ നിങ്ങൾ അതിനൊരു 20,000 രൂപക്കാണ് ആ ലാൻഡ് വാങ്ങിയത്. ഓക്കെ, 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് നിങ്ങളുടെ ലാൻഡിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ഈ ഒരു കേസിൽ 30,000 ആണ് കൂടുതൽ. അപ്പോൾ ആ ലാൻഡിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ടത് ഏതാണ്? ഈ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് അല്ല എടുക്കേണ്ടത്, ഈ 30,000 ആണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 2001 ഇൻഡെക്സേഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ അതിന് ശേഷം ഇനി അതേപോലെ തന്നെ ഈ കോസ്റ്റ് ഓഫ് അക്വസിഷന്റെ കേസിൽ ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ചില സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ ഓണറിന്റെ കോസ്റ്റ് അല്ല നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് എടുക്കുക. അതായത് മുൻ ഓണറിന്റെ കോസ്റ്റ് ആണ് എടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്വത്ത് അല്ലെ, അല്ലെങ്കിൽ വില്ലായിട്ട് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി, അല്ലെങ്കിൽ HUF പാർട്ടീഷൻ വഴി ഒരു മെമ്പർക്ക് കിട്ടിയിട്ടുള്ള അസറ്റ്, അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തുക്കൾ, ഇത് നമ്മൾ വിൽക്കുകയാണ്. ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ എങ്ങനെ എടുക്കും? നമ്മളിത് വാങ്ങിയതാണോ? അല്ലല്ലോ. നമുക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളത് വാങ്ങുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്ന ചെലവാണ് അല്ലേ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരാൾ ഗിഫ്റ്റ് ആയിട്ടോ പാരമ്പര്യമായിട്ടോ തരുന്ന സ്വത്തിന് മുകളിൽ എങ്ങനെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിന് മുന്നേ ഇത് ആരാണോ വാങ്ങിയത്, ഇപ്പൊ എൻ്റെ ഫാദർ എനിക്കൊരു പ്രോപ്പർട്ടി നൽകുന്നു അല്ലെ, അത് ഞാൻ വിൽക്കുന്നു, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നു. ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? എൻ്റെ ഫാദർ അത് എത്ര രൂപക്കാണോ വാങ്ങിയത് അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോണസ് ഷെയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് 1/4/2001 മുമ്പ് കിട്ടിയാൽ അല്ലെ, അത് 1/4 അതായത് അതിന് മുന്നേ ആണ് നമ്മൾ, അതായത് 1/4/2001 മുമ്പാണ് നമ്മൾ ഈ ഒരു ബോണസ് ഷെയർ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ ആ 2001 മാർക്കറ്റ് വാല്യൂ ആണ് ആ 2001 ആ ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ഇനി എന്താ 1/4/2001 ശേഷമാണ് നമുക്ക് ഈ ബോണസ് ഷെയർ കിട്ടിയത് എങ്കിലോ, അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ 0 ആണ്. അതേപോലെ തന്നെ ഈ ഗുഡ് വില്ല് ട്രേഡ് മാർക്ക് അല്ലെ, ഇത് വാങ്ങിയതാണെങ്കിൽ, ഇത് നമ്മൾ ചിലപ്പോൾ വാങ്ങുമല്ലോ അല്ലെ, വാങ്ങിയതാണെങ്കിൽ ആ വാങ്ങിയ വിലയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ഇനി ഇത് സ്വയം ഉണ്ടായതാണെങ്കിലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് ജനറേറ്റഡ് അസറ്റ് എന്നുള്ള പേരിൽ അല്ലെ, സ്വയം ഉണ്ടായതാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ 0 ആണ് അല്ലെ. ദെൻ ഇനി ഈ റൈറ്റ് ഷെയർസിന്റെ കേസ് അല്ലെ, അതായത് റൈറ്റ് ഷെയർസിന്റെ കേസിൽ എങ്ങനെയാണ്? ഒറിജിനൽ ഷെയർസിന്റെ കോസ്റ്റിന് മാറ്റമൊന്നുമില്ല. റൈറ്റ് ഷെയർസ് വാങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ കൊടുത്തത് ആ തുകയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഈ റൈറ്റ് ഷെയർസ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഭാഗം നോക്കാം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. കോസ്റ്റ് ഓഫ് അക്വസിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങി അല്ലേ, അപ്പം നമ്മളിപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികളൊക്കെ നടത്തും ഇല്ലേ, അതായത് ഒന്നും കൂടി അതിൻ്റെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒന്നും കൂടെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ചിലവായിട്ടുണ്ടാവുമല്ലോ, അതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചോ, പുതിയൊരു ഫ്ലോറും കൂടെ ഉണ്ടാക്കുകയാണ് അല്ലേ, അതൊരു കോസ്റ്റ് ഓഫ് അതിന് വരുന്ന കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗുഡ് വില്ല് ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അത് ഒരു സെൽഫ് ജനറേറ്റഡ് അസറ്റ് ആണ് അല്ലേ.
അപ്പോൾ എന്താണ് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല്, അതുപോലെ തന്നെ ഈ ട്രേഡ് മാർക്ക്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് റൈറ്റ്, ഇത് അല്ലെങ്കിൽ ബിസിനസ് നടത്താനുള്ള അവകാശം, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്നും കുറക്കാനുണ്ടാവില്ല. ഇത് നമ്മൾ വിറ്റ്, ഇപ്പോൾ ട്രേഡ് മാർക്കൊക്കെ വിറ്റ് നമുക്ക് ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, അതായത് പിന്നെ ഇപ്പോൾ അവിടെ അത് ചിലപ്പോൾ വാങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ആണെങ്കിലും അതിന് എന്ത് തന്നെ ആണെങ്കിലും അതിനെന്തില്ല, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഇല്ല. ഇനി മറ്റുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1/4/2001 മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു അസറ്റാണ്, അതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. അത് 1/4/2001 മുമ്പ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും, അതായത് 1/4/2001 മുമ്പ് ചെയ്ത എല്ലാ ഇംപ്രൂവ്മെൻറ്റ്സും ചെലവുകളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ശ്രദ്ധിക്കുക, 1/4/2001 മുമ്പുള്ള ഒരു അസറ്റ്, വാങ്ങിയ ഒരു അസറ്റാണ്. ഈ 1/4/2001 മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും മെയിൻ്റനൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ എടുക്കില്ല, ഇഗ്നോർ ചെയ്യും. ഓക്കെ, ദെൻ ഇനി 1/4/2001 ശേഷം നടത്തിയിട്ടുള്ള ക്യാപിറ്റൽ ഇംപ്രൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1995 ഞാനൊരു അസറ്റ് വാങ്ങി. ഓക്കെ, 1995 ഞാനൊരു അസറ്റ് വാങ്ങി. ഓക്കെ, അസറ്റ് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ എന്താണ് അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു 1998 ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരു 25,000 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഈ അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, 1/4/2001 മുമ്പ് നടത്തിയിട്ടുള്ള എക്സ്പെൻസുകളാണിത് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യും. ഈ കോസ്റ്റ്, ഈ 25,000 നമ്മൾ കുറക്കില്ല, മീൻസ് ഇഗ്നോർ ചെയ്യണം. ഓക്കെ, ദെൻ ഇനി 2005 ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഈ സെയിം ഹൗസിന് തന്നെ ഒരു പുതിയൊരു റൂമും കൂടെ എടുത്തു എന്ന് വിചാരിച്ചോ. അതിന് എനിക്കിപ്പോൾ ഒരു 1 lakh rupees ചിലവായി. അപ്പം എനിക്കിവിടെ ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു 2008 ഞാനിത് വിറ്റു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി, വിറ്റ് എനിക്കൊരു ക്യാഷ് കിട്ടി. അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കുറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇത് 1/4/2001 മുമ്പുള്ളതാണ്. 1/4/2001 ശേഷമുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് 2005 നമ്മളൊരു 1 lakhന്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നോട്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഈ എന്താ നമ്മളിപ്പോൾ ഈ ഗിഫ്റ്റ്, അതുപോലെ തന്നെ ഈ വിൽ പോലെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരാൾ നമുക്ക് നൽകിയതാണ് അല്ലേ. അപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1995 എന്ത് ചെയ്തു, എൻ്റെ ഫാദർ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ 1998 അയാൾ, എൻ്റെ ഫാദർ ഒരു കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 2005 ഒരു ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ദെൻ എനിക്കത് മീൻസ് കൈമാറി. ഓക്കെ, ദെൻ ഒരു 2006 എനിക്കത് തന്നു, എൻ്റെ പേരിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ ഞാനത് 2008 വിറ്റു. ഇപ്പം ഈ അസറ്റ് എൻ്റെ കയ്യിലാണ് അല്ലേ. പക്ഷേ എൻ്റെ ഫാദർ ചെയ്തിട്ടുള്ള ഈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എനിക്ക് എന്ത് ചെയ്യാം, കുറക്കാം. മുൻ ഉടമസ്ഥൻ ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 1/4/2001 ശേഷം ഉള്ളതാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതെനിക്ക് ലെസ് ചെയ്യാവുന്നതാണ്. അപ്പം അതും നമുക്ക് എടുക്കാം. ദെൻ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ റെൻ്റായിട്ട് കിട്ടുന്ന ഇൻകം, ബിസിനസ് ആയിട്ട് കിട്ടുന്ന ഇൻകം, അതർ സോഴ്സ് ഇൻകം, ഇവയൊക്കെ നമുക്ക് കണക്കാക്കുമ്പോൾ നമുക്ക് ഇതിനകം നമുക്കുണ്ടായിട്ടുള്ള ചെലവുകൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും അല്ലേ. നമ്മൾ പറഞ്ഞു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ വാങ്ങിയിട്ടുള്ള പഴയ വില അല്ലേ, അത് ഇന്നത്തെ റേറ്റിനനുസരിച്ച് നമുക്ക് കൂട്ടി കണക്കാക്കണം. അതാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
2008 ഞാനിപ്പോൾ ഒരു അസറ്റ് വാങ്ങി, അതിൻ്റെ വില ഒരു 6,50,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അതെന്താന്ന് നമ്മൾ അറിയാം. എന്താണ്? നമ്മൾ വാങ്ങിയ വിലയുടെ ഇന്നത്തെ അതിൻ്റെ മൂല്യം കണക്കാക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? CII, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാണ് അതിന് പറയുക. ഇപ്പോൾ 2008 ഞാനൊരു അസറ്റ് വാങ്ങി. അപ്പോൾ അന്നത്തെ നമുക്ക് അതിൻ്റെ ഇൻഡെക്സേഷൻ ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ അത് തരും. CII എന്ന് പറഞ്ഞിട്ട് ഓരോ ഇയറിലും തരും. ഇപ്പം 2008 CII എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് 137 ആണെന്ന് വിചാരിക്കുക. ദെൻ 2019 ഞാനത് വിറ്റു. 2019-20 ഞാനത് വിറ്റു. ഓക്കെ, ദെൻ അപ്പോൾ അന്നത്തെ CII എന്ന് പറയുന്നത് എത്രയാണ്? 289 ആണെന്ന് വിചാരിക്കുക. ഇത് ലോങ് ടേം ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് ഒരിക്കലും നിങ്ങൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓൺലി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ഈ ഒരു കേസിൽ 2008 ഈ ഒരു അസറ്റ് വാങ്ങിയത്, വിറ്റത് നോക്കി നോക്കൂ 2019. സോ ഇതെന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും അല്ലേ? കാരണം 36 മന്തിനേക്കാളും കൂടുതൽ ഈ ഒരു അസറ്റ് ഇയാൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറക്കുന്നത് എങ്ങനെയായിരിക്കണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി നോക്കൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്താണ്? നിങ്ങൾക്ക് അതിനൊരു ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓക്കെ, എങ്ങനെയാണ് നോക്കി നോക്കൂ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലേ? അതായത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാങ്ങിയ സമയത്ത്, അതായത് നമ്മൾ ആ ഒരു ഇയർ ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ചെലവ് അല്ലേ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലേ? ദെൻ ഇൻറ്റു CI എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് of the year in sold. Then CII ദെൻ നോക്കൂ ഇവിടെ എന്താണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കൂ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയാണ്? 6,50,000 ആണ് അല്ലെ? ഇൻറ്റു ഇനി എന്താ നോക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ സോൾഡ്, അതായത് വിറ്റ ആ വർഷത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വിറ്റത് 2019 അതിലെ CII എന്ന് പറയുന്നത് എത്രയാണ്? 289. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ എന്താണ്? CII ഓഫ് ദി പർച്ചേസ്ഡ് ഇയർ അല്ലെ? പർച്ചേസ്ഡ് ഇയർ എത്രയാണ്? പർച്ചേസ് ചെയ്തത് ഏത് ഇയർ ആണ്? 2008 അന്നത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 137 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുമ്പോൾ മാത്രമാണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇനി എന്താ പറയുക, നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ അതെങ്ങനെയായിരിക്കും?
ആദ്യം നിങ്ങൾ എത്ര രൂപയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയത് അതേ ഇൻറ്റു അതുപോലെ തന്നെ നമ്മൾ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇയർ, അസറ്റ് ഏത് ഇയറിലാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ആ വർഷത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഏത് വർഷമാണോ നമ്മൾ ഇംപ്രൂവ്മെന്റ് നടത്തിയത്. അവിടെ ശ്രദ്ധിക്കണം, ഏത് വർഷമാണോ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത ഇയറിലെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലേ എടുത്തത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചേർക്കണം, നമ്മൾ ഇംപ്രൂവ്മെന്റ് ഇയർ, അതായത് ഏത് ഇയറിലാണോ നമ്മൾ ഇംപ്രൂവ്മെന്റ് നടത്തിയത് ആ ഇയറിലെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കിട്ടും. അതാണ് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിളും കൂടെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കി നോക്കാം. മിസ്റ്റർ എ പർച്ചേസ്ഡ് എ ഹൗസ് പ്രോപ്പർട്ടി. ഇതെന്നാ ഇയാൾ പർച്ചേസ് ചെയ്ത് നോക്കി നോക്കൂ, 1990 അല്ലേ. അതായത് 80,000 രൂപക്ക് 1990 ഇയാൾ ഇത് പർച്ചേസ് ചെയ്തത്. ദെൻ ഇതിന് 1993-94 ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ഫ്ലോർ കൺസ്ട്രക്ഷൻ നടത്തി. അതിന് അയാൾക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് 25,000 ആണ്. ദെൻ ഈ സെക്കൻഡ് ഫ്ലോർ 2002-2003 അയാൾ സെക്കൻഡ് ഫ്ലോറിന്റെ കൺസ്ട്രക്ഷൻ നടത്തി. അതിന് അയാൾക്ക് വന്ന ചെലവ് എത്രയാണ്, 70,400 ആണ്. എന്നിട്ട് അതുപോലെ തന്നെ അയാൾ അതിന് ശേഷം ഒരു റീകൺസ്ട്രക്ഷൻ നടത്തി അല്ലേ, അതായത് ഓൾട്രേഷൻ, അതായത് 2011-12 അയാൾ ഒരു ഓൾട്രേഷൻ നടത്തിയിട്ടുണ്ട് ആ വീടിന്. എത്രയാണ്, അതിന് അയാൾക്ക് വന്ന ചെലവ് 42,800 രൂപയാണ്. ദെൻ ഇനി 1/4/2001-2002 ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 93,000 ആണ്. അപ്പൊ അതെന്തിനാ തന്നത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അല്ലെ. ദെൻ നോക്കാം അടുത്തത്, ഇത് വിറ്റത് 2019 ഇയാൾ ഇത് വിറ്റു. എത്ര രൂപക്കാ വിറ്റത്, 2,60,000 ആണ് എന്നാണ് അയാൾ പറയുന്നത് അല്ലെ. ഈ ഒരു അസറ്റ് വിറ്റപ്പോൾ 2,60,000 ആണ് കിട്ടിയത് എന്നാണ് അയാൾ പറയുന്നത്. ദെൻ ഇയാൾക്ക് ഈ അസറ്റ് വിൽക്കാൻ വന്നിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് നോക്കി നോക്കൂ, 1,95,000. ഓക്കെ, പക്ഷേ ഇത് വാല്യുവേഷൻ ഓഫീസർ ഇത് വാല്യൂ ചെയ്തപ്പോൾ ഇയാൾക്ക് ഇതിൽ നിന്ന് 22,30,000 രൂപ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഇനി ഓരോ ഇയറിലെയും കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളോട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ലോങ് ടേം ആണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. കാരണം എന്താ, ഇത് വാങ്ങിയത് നോക്കി നോക്കൂ 1990 ഇത് വിറ്റത് 2019. എന്തായാലും 3 വർഷത്തിനേക്കാളും ഒരുപാട് കൂടുതലുണ്ട് അല്ലേ. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഇത് എന്നാ വാങ്ങിയത്, 1990 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/4/2001 മുമ്പ് വാങ്ങിയിട്ടുള്ള അസറ്റ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് 80,000 ആണ്. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂയും കൂടെ കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ നോക്കി നോക്കൂ, 1/4/2001-2002 ഫെയർ മാർക്കറ്റ് വാല്യൂ 93,000 ആണ്, ആക്ച്വൽ കോസ്റ്റ് 80,000 ആണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു, എത്രയാണ് ഹയസ്റ്റ് വാല്യൂ, 93,000 ആണ്. അപ്പൊ ഈ എമൗണ്ട് ആണ് നിങ്ങൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ സെയിൽസ് കൺസിഡറേഷൻ അല്ലേ, സെയിൽസ് കൺസിഡറേഷൻ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ ഏതാ എടുക്കേണ്ടത്. കാരണം ഇത് വിറ്റപ്പോൾ 2,60,000 എന്നുള്ള ആ ഒരു എമൗണ്ടും തന്നിട്ടുണ്ട്. വാല്യൂഡ് ബൈ വാല്യുവേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് 22,30,000 അതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൽ ഏത് എമൗണ്ട് ആ എടുക്കുക, വാല്യുവേഷൻ ഓഫീസർ വാല്യൂ ചെയ്തപ്പോൾ കണ്ടെത്തിയ എമൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. 22,30,000 എടുത്തു. ഓക്കെ, ദെൻ ഇനി ഇയാൾക്ക് ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. എത്രയാണ്, 1,95,000. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് അക്വസിഷന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് കാണാനുള്ള കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് റേറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1/4/2001 ഈ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്. അത് എത്രയാണ്? 93,000. നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി സെയിൽസ് പീരീഡ് അല്ലേ? സെയിൽസ് നടന്ന ആ ഒരു പീരീഡിലെ CII, പർച്ചേസ് ചെയ്ത പീരീഡിലെ CII അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത പീരീഡ് ആയിട്ട് എടുക്കുന്നത് 2001-2002 ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ഇയറിലെ CII എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 ആണ്. അപ്പൊ എങ്ങനെയാ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം? 93,000 ഇൻറ്റു വിറ്റ അന്നത്തെ CII എത്രയാണ്? 2019 നമ്മൾ വിറ്റത്. ആ ഒരു ഇയറിലെ CII 289 ആണ്. ഡിവൈഡഡ് ബൈ 2001 CII എത്രയാണ്? 100. ഓക്കെ, ഇനി ഇയാൾ നോക്കി നോക്കൂ, 3 രീതിയിൽ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2001 മുമ്പുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ എടുക്കില്ല, ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇവിടെ ഈ 1993, 94 നടത്തിയിട്ടുള്ള ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ റീകൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യില്ല? അത് നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? 2001 മുമ്പ് നടന്നിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് അല്ലെ, ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ അത് എടുക്കാൻ പാടില്ല. ഇനി ആള് 2002 2012 ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അതിന്റെ ഇൻഫ്ലേഷൻ അല്ലെ, അതായത് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇത് നോക്കി നോക്കും. ഇവിടെ 2002-2003 ഇയാളുടെ ഇംപ്രൂവ്മെന്റ് എക്സ്പെൻസ് എത്രയാണ്? 70,400 ആണ്. ഇൻറ്റു ദെൻ ഇയാളിത് എന്നാ വിറ്റത്? 2019 അന്നത്തെ CII എത്രയാണ്? 289. ഡിവൈഡഡ് ബൈ ഇത് എന്നാ ഇംപ്രൂവ്മെന്റ് നടത്തിയത്? ആ ഇയറിലെ CII അല്ലെ, അതായത് 2002-2003 അപ്പൊ ആ ഇയറിലെ CII ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 105. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ദെൻ അടുത്തത് 42,800 ഇൻറ്റു വിറ്റ അന്നത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇംപ്രൂവ്മെന്റ് നടത്തിയ അന്നത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടുക ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് ഈ ഇംപ്രൂവ്മെന്റ് നടത്തിയതും കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഒക്കെ ലെസ് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നു അല്ലേ? അതായത് ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ ഇനി അണ്ടർ സെക്ഷൻ എക്സംപ്റ്റഡ് അല്ലെ, എക്സംഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് അതാണ് പഠിക്കുന്നത്. ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആ എക്സംഷൻസ് കുറക്കാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും കുറക്കുക. ദെൻ അതിന് ശേഷമുള്ളതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നിന്ന് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ, അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രോസ് ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അലൗഡ് ആയിട്ടുള്ള കുറച്ച് എക്സംഷൻസ് ഉണ്ട് എന്ന് അല്ലേ. അപ്പോൾ അത് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അല്ലേ. അത് അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ക്യാപിറ്റൽ ഗെയിനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഴുതാനുണ്ടായിരിക്കും, പ്രോബ്ലം ആയിട്ട് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിയറി ആയിട്ടും ചിലപ്പോൾ ഈ എക്സംഷനെ കുറിച്ചിട്ട് ചോദിക്കാവുന്നതാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഈസി ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും മൈനസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ടാക്സബിൾ ഗെയിൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം, എക്സംഷൻസ് എന്തെങ്കിലും ഈ ഒരു അസസിക്ക് അലൗഡ് ആണോ എന്ന് കണ്ടെത്തണം. ഓക്കെ, അങ്ങനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തിനെ കുറിച്ചിട്ട് അറിയണം, ഈ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചിട്ട് അറിയണം. അപ്പൊ നോക്കി നോക്കാം. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താണ്, നമ്മുടെ ലാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർസ് ആയിക്കോട്ടെ, അല്ലെ, ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ അല്ലെ. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നൊക്കെ ക്യാപിറ്റൽ അസറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിറ്റ് നമുക്ക് ലാഭം അഥവാ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്നതിന്റെ അണ്ടറിൽ ടാക്സ് അടക്കണം അല്ലെ. പക്ഷേ ഇൻകം ടാക്സ് ആക്ടില് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ഇത് ചില കാര്യങ്ങള് ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷനെ കുറിച്ചിട്ട് പറയുന്നത് സെക്ഷൻ 54 മുതൽ സെക്ഷൻ 54H വരെയുള്ള സെക്ഷനുകളിലാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 1988 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 1988. ഇപ്പൊ ചില കേസുകളിൽ നമ്മളിപ്പോ ഒരു അസറ്റ് വിറ്റു. ഓക്കെ, ദെൻ ഞാനിപ്പോ എൻ്റെ ഒരു വീട് വിറ്റു. എനിക്ക് അതിൽ നിന്നൊരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആക്ച്വലി ഞാൻ ആ വീട് വിറ്റിട്ട് എനിക്ക് വേറൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാനായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ എനിക്ക് ഒരു പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിറ്റത്, മീൻസ് ഒരു ഹൗസ് പ്രോപ്പർട്ടി വിറ്റത് എന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സംഷൻ കിട്ടും, ടാക്സിൽ നിന്ന് ആ 10 ലക്ഷത്തിന് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു ഹൗസ് പ്രോപ്പർട്ടി വിറ്റു, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി. എനിക്ക് നാളെ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ചിലപ്പോൾ വേറൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങാൻ കഴിഞ്ഞോളന്നില്ല അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എക്സംഷൻ കിട്ടും വേണം അല്ലെ. ഞാനിപ്പോൾ എക്സംഷൻ എപ്പോഴാണ് കിട്ടുക, ഞാനൊരു ഹൗസ് പ്രോപ്പർട്ടി വിറ്റു, പകരം ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാഷ് കൊണ്ട് വേറൊരു പ്രോപ്പർട്ടി വാങ്ങാനാണ് ഇത് വിറ്റത്. ആ ഒരു കേസിൽ എക്സംഷൻ നമുക്ക് കിട്ടും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു കേസിൽ നമുക്ക് എക്സംഷൻ കിട്ടും. ഈ എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വാങ്ങാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ആരംഭിച്ചു, ഒരു അക്കൗണ്ട് സ്കീം ആരംഭിച്ചു. എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാ ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മളിപ്പോ പുതിയൊരു വീടോ അല്ലെങ്കിൽ പുതിയൊരു ലാൻഡോ വാങ്ങാൻ സമയം വേണ്ടി വന്നാൽ അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു തുക ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം പ്രകാരം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ആ എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഈ അക്കൗണ്ട് നമുക്ക് എവിടെയാ ഓപ്പൺ ചെയ്യാം, അതായത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ബാങ്കുകളിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ 2 തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്. ഇപ്പോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലേ, അതായത് നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെയാണ്. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു സേവിങ്സ് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ, നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിൽ നിന്ന് മണി വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റും കിട്ടും. ഓക്കെ, ദെൻ ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, രണ്ടാമത്തെ ഒരു അക്കൗണ്ട് ആണ് ടേം ഡെപ്പോസിറ്റ് അഥവാ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെ. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു നിശ്ചിത കാലാവധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് ആ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പരമാവധി നമുക്ക് ഇതിന്റെ ഒരു മിനിമം കാലാവധി എന്ന് പറയുമ്പോൾ ഒരു 3 ഇയർ ആണ്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അക്കൗണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സംഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? സെക്ഷൻ 54. ഓക്കെ, സെക്ഷൻ 54 എന്താണ് ഈ കേസിൽ പറയുന്നത്? റെസിഡൻഷ്യൽ ഹൗസ്. ഇപ്പം ഞാനൊരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു. ഞാൻ താമസിക്കുന്ന ഒരു വീടാണ്. ഞാൻ എന്ത് ചെയ്തു? അത് വിറ്റു. എനിക്കപ്പോൾ എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഈ ഹൗസ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വിറ്റത്? എനിക്ക് ഇത് വിറ്റിട്ട് പുതിയൊരു വീട്, പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? സെക്ഷൻ 54 പ്രകാരം എക്സംഷൻ കിട്ടും. ഞാൻ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഞാനൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങി, എനിക്കൊരു റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റു. എനിക്ക് അതിന് ഒരു 50 ലക്ഷം രൂപ കിട്ടി. സ്വാഭാവികമായിട്ടും ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, നമുക്ക് ഇതിന് ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ ഞാൻ ഈ 50 ലക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? എനിക്ക് പുതിയൊരു ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ പുതിയൊരു ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലെനിക്കൊരു ഈ 50 ലക്ഷത്തിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപ പുതിയ ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ചെലവായി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ 30 ലാക്ക് എനിക്ക് എക്സംപ്റ്റഡ് ആണ്, ഞാൻ അതിന് ടാക്സ് കൊടുക്കണ്ട. ബാക്കി വരുന്ന 20 ലാക്കിന് ടാക്സ് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മുഴുവൻ തുകയും എനിക്ക് പുതിയൊരു ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തെങ്കിൽ ആ മുഴുവൻ തുകയും എന്താണ്? എനിക്ക് എക്സംപ്റ്റഡ് ആണ്, ഞാൻ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു ഹൗസ് വാങ്ങാൻ പറ്റിയില്ല, സമയം എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എമൗണ്ട് എനിക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് മീൻസ് ആ ഒരു സമയം എത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഹൗസ് കിട്ടി ആ ഒരു സമയം ആവുന്നത് വരെ നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്കിലും നമുക്ക് എന്ത് കിട്ടും? സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇങ്ങനെ നമുക്ക് സെക്ഷൻ 54 എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഈ ഒരു അസറ്റ് റെസിഡൻഷ്യൽ ഹൗസ് ആരുടെ പേരിലായിരിക്കണം? ഒന്നല്ലെങ്കിൽ അത് ഇൻഡിവിജ്വൽ അസസിയുടെയോ അതല്ലെങ്കിൽ HUF-ന്റെയോ അല്ലെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പേരിലോ ഉള്ള അസറ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരിലുള്ളതോ അങ്ങനെ അത്തരത്തിലുള്ള അസസിയുടെ പേരിലായിരിക്കരുത്. അപ്പോൾ ഓൺലി ഫോർ ഈ ഒരു സെക്ഷൻ പ്രകാരം എക്സംഷൻ കിട്ടുക ഏത് വ്യക്തികൾക്ക് മാത്രമാണ്? ഇൻഡിവിജ്വൽ ആൻഡ് HUF. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മൾ ഈ വിൽക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ക്യാപിറ്റൽ അസറ്റ് ഉണ്ടല്ലോ, അതെന്തായിരിക്കണം? റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. എപ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുക? നമ്മളൊരു 36 മന്തിനേക്കാളും കൂടുതൽ നമ്മൾ ആ ഒരു ക്യാപിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് വിൽക്കുന്നതെങ്കിൽ അപ്പോഴാണ് അതെന്തായി മാറുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായി മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മളിപ്പോ ഈ നമ്മുടെ ഈ ലോങ് ടേം അസറ്റിന്റെ കേസ് നോക്കുന്നത് നമ്മൾ 36 മന്ത് എന്നതിന് പകരം 24 മന്ത് ആണ് കേട്ടോ. അങ്ങനെയാണ്, അതായത് നമുക്കറിയാം ലോങ് ടേം എന്നും അതുപോലെ തന്നെ ഷോർട്ട് ടേം എന്നും ഒക്കെ നമ്മൾ തരം തിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? എത്ര കാലം ഈ അസറ്റ് ഈ ഒരു അസസി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ബേസിലാണ് അല്ലെ. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് 36 മന്ത് ആണ് നോർമലി നമ്മൾ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡം. പക്ഷെ ഇവിടെ നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 24 മന്തെങ്കിലും ഇയാൾ ഹോൾഡ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അതിനേക്കാൾ 24 മന്ത് ഓർ മോർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറി? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി മാറി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഈ വീട് വിറ്റത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? പുതിയൊരു വീട് അല്ലെങ്കിൽ പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇത് വിറ്റതിന് ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു, ആ വിറ്റതിന് 1 ഇയർ, വിറ്റതിന്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ വിറ്റതിന് ശേഷം 2 വർഷത്തിനുള്ളിലോ അത് വാങ്ങിയിരിക്കണം.
അപ്പം ഞാനൊരു എൻ്റെ റെസിഡൻഷ്യൽ ഹൗസ് ഞാൻ വിറ്റു, അതിന് മുന്നേ തന്നെ അതിൻ്റെ 1 വർഷം മുന്നേ ഞാൻ പുതിയൊരു ഹൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഹൗസിൻ്റെ എക്സ്പെൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റത് എങ്കിൽ എനിക്ക് എക്സംഷൻ കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിൽ നിലവിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു, അതിന് ശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് 2 വർഷത്തിനുള്ളിലെങ്കിലും എന്ത് വാങ്ങിയിരിക്കണം, പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പുതിയ വീട് നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസ് വിറ്റതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ പുതിയ ഒരു വീട് നമ്മൾ നിർമ്മിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ കിട്ടുള്ളൂ. ഇനി പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാലാവധിയിൽ നമുക്ക് ആ ഒരു വീട് നിർമ്മിക്കാനോ വാങ്ങാനോ കഴിഞ്ഞില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് നമുക്ക് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ളതിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, നമുക്ക് സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ നമുക്ക് കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതായത് എപ്പോഴാണ് നമുക്ക് കിട്ടുക, പുതിയൊരു ഹൗസ് ഞാൻ വാങ്ങി, ഓക്കെ, നമുക്ക് സെക്ഷൻ 54 പ്രകാരം ഞാൻ അതിന് ക്യാപിറ്റൽ ഗെയിനിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട, എനിക്ക് എക്സംഷൻ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഹൗസ് 3 വർഷത്തിനുള്ളിൽ അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ആ ഒരു എക്സംഷൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിന്റെ കേസ് പറഞ്ഞു അല്ലേ, അത് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് 3 വർഷത്തിനുള്ളിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ഉപയോഗിക്കാത്ത ഭാഗം നമ്മൾ അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി വേറൊരു ഡൗട്ട് വരും, നമുക്ക് എത്ര എക്സംഷൻ കിട്ടും, എത്രയാണോ നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങുന്ന ആ ഒരു റെസിഡൻഷ്യൽ ഹൗസിന്റെ കോസ്റ്റ്, അത്രത്തോളം നമുക്ക് എക്സംഷൻ കിട്ടും. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, 50 ലക്ഷമാണ് ഞാൻ വിറ്റത്, എൻ്റെ വീട് ഞാൻ വിറ്റത് 50 ലക്ഷത്തിനാണ്. ഞാൻ പുതിയ ഒരു വീട് വാങ്ങുകയാണ്, അതിന് 30 ലാക്കായി, അപ്പൊ എനിക്ക് 30 ലക്ഷം എക്സംഷൻ കിട്ടും. ഇനി എനിക്കിപ്പോൾ പുതിയൊരു വീട് വാങ്ങാൻ 60 ലക്ഷമായി എന്ന് വിചാരിച്ചോ, ആകെ ക്യാപിറ്റൽ ഗെയിൻ 50 ലാക്കേ ഉള്ളൂ. അപ്പൊ ആ എത്രയാണോ അപ്പൊ അതിനേക്കാളും കൂടുതലായി. അപ്പൊ ഇവിടെ 50 ലക്ഷം വരെ നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കേസുകളാണ് സെക്ഷൻ 54 പ്രകാരമുള്ള സെക്ഷനിൽ പറയുന്നത്. അടുത്ത നോക്കി നോക്കൂ, സെക്ഷൻ 54B, അവിടെ എന്താ പറയുന്നത്, അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലേ. അതായത് ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അർബൻ ഏരിയയിലെ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. സെക്ഷൻ 54B പ്രകാരം ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. അപ്പൊ അതിനും കണ്ടീഷൻസ് ഉണ്ട്, ഇത് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എക്സംഷൻ കിട്ടുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് എന്ത്, ഇൻഡിവിജ്വൽ ആയിരിക്കണം അല്ലെ. ഒരു ഇൻഡിവിജ്വലിന്റെ അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്, അയാൾ അത് വിൽക്കുന്നു, പകരം പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുന്നു എങ്കിൽ അയാൾക്ക് സെക്ഷൻ 54B പ്രകാരമുള്ള എക്സംഷൻ കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി നോക്കൂ, നമ്മളിത് വിൽക്കുന്നത്, നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡ് വിൽക്കുന്നതിൻ്റെ കഴിഞ്ഞ 2 വർഷത്തോളം അത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ലാൻഡ് ആയിരിക്കണം. ഓക്കെ, വിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ 2 വർഷത്തിന്റെ ആ ഒരു കാലയളവിൽ അത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ലാൻഡ് ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ എക്സംഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് നമുക്ക് വാങ്ങിയിരിക്കണം. ഇനി എത്രയാണോ നമുക്ക് പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ നമുക്ക് ചെലവായത്, ആ എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക.
ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എമൗണ്ട്, അതായത് നമുക്ക് അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റ് കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 9088 പ്രകാരമുള്ള സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി വേറൊരു കണ്ടീഷൻ, നമുക്ക് എക്സംഷൻ കിട്ടി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് 3 ഇയറിനുള്ളിൽ ഞാനത് വിറ്റു എങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സംഷൻ ക്യാൻസൽ ചെയ്യും, ഞാൻ വീണ്ടും അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി എത്ര നമുക്ക് എക്സംഷൻ കിട്ടും, അതായത് എത്ര രൂപയാണോ പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ നമുക്ക് ചെലവായിട്ടുള്ളത് ആ എമൗണ്ട് മൊത്തം നമുക്ക് എക്സംഷൻ കിട്ടും. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ഇപ്പൊ ഒരു 1 lakh ആണ് കിട്ടിയത്, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ 1 lakh ആണെന്ന് വിചാരിച്ചോ. എനിക്ക് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ ചെലവായത് 1 lakh ആയെങ്കിൽ ഇത് മൊത്തം എനിക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് നോക്കി നോക്കാം. സെക്ഷൻ 54D ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ് അല്ലേ. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ഭൂമിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കമ്പൽസറി അക്വിസിഷൻ നടത്തുകയാണ് അല്ലെ. ഗവൺമെന്റ് കമ്പൽസറി നിർബന്ധമായിട്ടും അത് എടുക്കുകയാണ് അല്ലെ. അക്വിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കിട്ടും, കോമ്പൻസേഷൻ കിട്ടും അല്ലെ. ആരുടെയാണോ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് അത് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യം കൊണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഗവൺമെന്റ് നമുക്ക് എന്ത് നൽകും, എന്ത് കിട്ടും, കോമ്പൻസേഷൻ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്. അപ്പൊ അങ്ങനെ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സെക്ഷൻ 54D പ്രകാരം ഡിഡക്ഷൻ അഥവാ എക്സംഷൻ കിട്ടും. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ആയിരിക്കണം അല്ലെ. ഇതാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് എങ്കിൽ, അതിനാണ് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയത് എങ്കിൽ അപ്പൊ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 year എങ്കിലും ആ ഒരു ബിൽഡിംഗ് ഓർ ലാൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ദെൻ പിന്നെ നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ കൊണ്ട് 3 വർഷത്തിനുള്ളിൽ പുതിയ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഓർ ലാൻഡ് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കണം. ഓക്കെ, ഇനി ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് വാങ്ങാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 9088 പ്രകാരമുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ മറ്റുള്ള കേസുകളുടേതുപോലെ തന്നെ ഈ ഒരു ഞാനിപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ ലാൻഡും ബിൽഡിങ്ങും വാങ്ങി, ഞാനത് എന്ത് ചെയ്യാണ്, എനിക്ക് എക്സംഷൻ കിട്ടി, പക്ഷെ ഞാനത് 3 വർഷത്തിനുള്ളിൽ വിറ്റു. അപ്പൊ എന്താവും, എനിക്ക് കിട്ടിയ എക്സംഷൻ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിന്ന് നമ്മൾ മുഴുവൻ എമൗണ്ടും ഈ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ യൂസ് ചെയ്യാത്തത് ആ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം. സെക്ഷൻ 54EC അല്ലെ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബോണ്ട്. എന്താ ഇവിടെ പറയുന്നത്, ഇപ്പൊ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വിറ്റു, നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. എന്തോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വിറ്റു, എനിക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ബോണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, സെക്ഷൻ 54EC പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ബോണ്ടിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനും കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പോ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഞാൻ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ബോണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. അതും 5 വർഷത്തെ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉള്ള ബോണ്ട് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് അല്ലെ. 5 വർഷമെങ്കിലും ഉള്ള ഒരു മെച്യൂരിറ്റി പീരീഡ് ഉള്ള ബോണ്ടിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഈ ഒരു എക്സംഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് കിട്ടില്ല കേട്ടോ. സെക്ഷൻ 80Cയിൽ എന്താ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിഡക്ഷൻ കിട്ടും 80C അല്ലെ. ആ ഒരു ഡിഡക്ഷൻ നമുക്ക് പിന്നീട് കിട്ടിയില്ല, ഓൾറെഡി നമുക്ക് ഈ എക്സംഷൻ കിട്ടിയതാണല്ലോ.
ദെൻ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ ബോണ്ട് ലോണിന് സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഡിഡക്ഷൻ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ബോണ്ടൊക്കെ വാങ്ങി ഇത് നേരത്തെ നമ്മൾ വിറ്റു, അപ്പം നമുക്ക് കിട്ടിയ എക്സംഷൻ എന്തായി പോവും? ക്യാൻസലായി പോവും. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു മാക്സിമം നമുക്ക് എത്ര കിട്ടും? അതായത് എത്ര എക്സംഷൻ കിട്ടും? എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 50 ലക്ഷം വരെയാണ് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പം ഞാനൊരു അസറ്റ് വിറ്റു, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, 60 ലക്ഷം രൂപ കിട്ടി. ഈ 60 ലക്ഷവും ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ബോണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് മാക്സിമം എക്സംഷൻ കിട്ടിയ എത്രയാണ്? 50 ലക്ഷം വരെയാണ്. ബാക്കി 10 ലാഖിന് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ അടുത്ത നോക്കി നോക്കാം, സെക്ഷൻ 54 ED എന്താ പറയുന്നത്? ഇപ്പൊ ലോങ് ടേം ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് വിറ്റു, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, അതൊരു സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സംഷൻ കിട്ടും. അതായത് ഓൾറെഡി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒരു ഷെയർ നമ്മുടെ കയ്യിലുണ്ട്, ഞാനത് വിറ്റു, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ഈ കിട്ടിയ പൈസ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്പെസിഫൈഡ് ഇക്വിറ്റി ഷെയറിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സെക്ഷൻ 54 ED പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. പക്ഷെ ഇതിനും കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? 6 മാസത്തിനുള്ളിൽ നമ്മളിത് വിറ്റു, ഒരു ഷെയർ നമ്മൾ വിറ്റു, ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സ്പെസിഫൈഡ് ഇക്വിറ്റി ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ദെൻ നമ്മൾ ഈ പുതിയ ഷെയർ 1 വർഷത്തിനുള്ളിൽ, നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഷെയർ 1 വർഷത്തിനുള്ളിൽ വിറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സംഷൻ ക്യാൻസലായി പോകും. പിന്നെ അതുപോലെ തന്നെ ഈ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ആരുടേതായിരിക്കണം? ഒരു പബ്ലിക് കമ്പനിയുടേത് ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ നോക്കി നോക്കാം. സെക്ഷൻ 54F. 54Fൽ എന്താ പറയുന്നത്? ഒരു റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത മറ്റ് ക്യാപിറ്റൽ അസറ്റുകൾ, ഓക്കെ, ഗോൾഡ് ആവാം, ലാൻഡ് ആവാം, അല്ലെങ്കിൽ എന്തോ, പക്ഷെ റെസിഡൻഷ്യൽ ഹൗസ് ആവരുത്. ഇത് നമ്മൾ വിറ്റു. ശ്രദ്ധിക്കണം, 54Fൽ പറയുന്നത് എന്താണ്? റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത മറ്റ് ക്യാപിറ്റൽ അസറ്റിൽ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ വിറ്റു, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ഇത് നമ്മൾ എന്തിന് യൂസ് ചെയ്യാണ്? റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ കേസിൽ സെക്ഷൻ 54ൽ പറഞ്ഞത് എന്താണ്? ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു, പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ പറയുന്നത്? റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് വാങ്ങി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 54F പ്രകാരമുള്ള എക്സംഷൻ നമുക്ക് കിട്ടും. അതിനും കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? ഒന്നാമത്തേതാണ്, ഈ ഒരു അസറ്റ് വിൽക്കുന്നത് ആരായിരിക്കണം? ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആയിരിക്കണം. കമ്പനി ആയിരിക്കരുത്, ഫേം ആയിരിക്കരുത്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിരിക്കരുത്. ഓൺലി ഫോർ ആർക്ക് മാത്രമേ ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ? ഇൻഡിവിജ്വൽ ആൻഡ് അല്ലെങ്കിൽ ഓർ HUF. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? സെക്ഷൻ 54F പ്രകാരം എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വിൽക്കുന്ന ക്യാപിറ്റൽ അസറ്റ് ഒരിക്കലും എന്താവരുത്? റെസിഡൻഷ്യൽ ഹൗസ് ആവരുത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ആ ഒരു അസറ്റിക്ക് ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് സ്വന്തമായി ഉണ്ടായിരിക്കരുത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്? പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റെസിഡൻഷ്യൽ ഹൗസ്, നമ്മൾ വേറൊരു ക്യാപിറ്റൽ അസറ്റ് വിറ്റു, ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുന്നതിൻ്റെ 1 വർഷം മുമ്പോ വിറ്റ് കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തിനുള്ളിലോ അത് വാങ്ങണം. ഇനിയിപ്പോൾ മാനുഫാക്ചറിങ്ങിൽ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിറ്റ് കഴിഞ്ഞതിൻ്റെ 3 വർഷത്തിനുള്ളിൽ നമ്മൾ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടാക്കണം. ദെൻ ഇനി നമ്മൾ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടാക്കി, നമുക്ക് എക്സംഷൻ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം? ആ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് ഒരു 3 ഇയറിനുള്ളിൽ അത് വിൽക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് ക്യാൻസൽ ആവും? നമുക്ക് കിട്ടിയിട്ടുള്ള എക്സംഷൻ ക്യാൻസൽ ആയി പോകും. ഇനിയിപ്പോൾ ഈ ഒരു കാലാവധിക്കുള്ളിൽ നമുക്ക് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 9088 പ്രകാരം ആ ഒരു അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ യൂസ് ചെയ്യാത്ത, ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ യൂസ് ചെയ്യാത്ത എത്രയാണോ നമ്മൾ പുതിയൊരു ഹൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതിന് മാത്രമാണ് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. യൂസ് ചെയ്യാത്ത ആ ഒരു പോർഷന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും.
ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം സെക്ഷൻ 54G അല്ലെ. സെക്ഷൻ 54Gയിൽ എന്താ പറയുന്നത്, നമ്മൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്ത് ചെയ്യാണ്, ഒരു അർബൻ ഏരിയാസിൽ നിന്ന് ഒരു റൂറൽ ഏരിയാസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ അർബൻ ഏരിയാസിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നമ്മൾ വിറ്റു, എന്നിട്ട് എന്ത് ചെയ്യണം, ആ ക്യാഷ് കൊണ്ട് പുതിയൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് റൂറൽ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സെക്ഷൻ 54G പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും. പക്ഷെ അതിനും കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ? നമ്മളെ പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഇവയായിരിക്കണം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള അസറ്റുകളായിരിക്കണം നമ്മൾ വിൽക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിൽക്കുന്ന പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഇവയൊക്കെ നമ്മൾ എന്തിനായിരിക്കണം, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അസറ്റുകളായിരിക്കണം. ഓക്കെ, ദെൻ വിറ്റാൽ മാത്രം മതിയോ? നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, അതായത് അർബൻ ഏരിയയിലുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാൻഡ് ഞാൻ വിറ്റു, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, എന്നിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷൻ വേണമെന്ന്. പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് വിറ്റ് കിട്ടിയിട്ടുള്ള ആ ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്യണം. എന്തിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു നോൺ അർബൻ ഏരിയാസ് അഥവാ ഒരു റൂറൽ ഏരിയാസിലേക്ക് നമ്മളത് ഷിഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഗെയിൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, വിൽക്കുന്നതിൻ്റെ 1 വർഷം മുന്നെയോ അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തിനുള്ളിലോ ഈ ഒരു അസറ്റ് നമ്മൾ റൂറൽ ഏരിയയിൽ വാങ്ങണം. ഇനി ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിറ്റ് കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 9088 പ്രകാരം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സെക്ഷൻ 54G പ്രകാരമുള്ള എക്സംഷൻ കിട്ടും. അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമുക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അസറ്റ് നമ്മൾ 3 വർഷത്തിനുള്ളിൽ വിൽക്കരുത്. വിറ്റ് പോയാൽ എന്ത് കിട്ടും, നമുക്ക് ഓൾറെഡി കിട്ടിയ എക്സംഷൻ ക്യാൻസൽ ആയി പോവും. അതിന് നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം. സെക്ഷൻ 54GA പ്രകാരം എന്താണ്, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൻ ഏരിയയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് മാറ്റുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ് അല്ലേ. ഞാനിപ്പോൾ അർബൻ ഏരിയയിലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും അസറ്റുകൾ ഞാൻ വിറ്റു, എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഈ ക്യാപിറ്റൽ ഗെയിൻ ഞാൻ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 54GA പ്രകാരമുള്ള ഡിഡക്ഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ പ്രകാരമുള്ള എക്സംഷൻ എല്ലാ അസസീസിനും ലഭിക്കും. അതിപ്പോൾ കമ്പനി ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, HUF ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ്, ബിൽഡിംഗ് ഇങ്ങനെയുള്ള അസറ്റുകളൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എക്സെപ്റ്റ് ഫർണിച്ചർ ഒഴികെയുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത അസറ്റുകൾ വിറ്റ് പിന്നീട് നമ്മൾ അത് സെസ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡിഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, നമ്മുടെ സെക്ഷൻ 54GB. നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, അതായത് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റു, നമുക്കൊരു എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യാണ്, എലിജിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്കോ അല്ലെങ്കിൽ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് കമ്പനികളുടെ ഇക്വിറ്റി ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എക്സംഷൻ കിട്ടും അല്ലേ. അതായത് എൻ്റെ റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയാണ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുകയാണ്, ഹൗസോ എന്തോ ആയിക്കോട്ടെ, പ്രോപ്പർട്ടി വിൽക്കുകയാണ്. ആ ഒരു തുക കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഇക്വിറ്റി എലിജിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടേതോ അല്ലെങ്കിൽ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് കമ്പനികളുടെ ഷെയറുകളിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സംഷൻ കിട്ടും. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ഇവർക്ക് മാത്രമാണ് ഈ എക്സംഷൻ കിട്ടുള്ളൂ അല്ലേ. ഓൺലി ഇൻഡിവിജ്വൽ ഓർ HUFന് മാത്രം. ദെൻ അതുപോലെ തന്നെ എന്താണ്, റെസിഡൻഷ്യൽ ഹൗസോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ടോ ആയിരിക്കണം നമ്മൾ ഇത് വിൽക്കുന്നത്.
ഓക്കെ, വേറെ പ്രോപ്പർട്ടി വിറ്റാൽ കിട്ടൂല, റെസിഡൻഷ്യൽ ഹൗസോ റെസിഡൻഷ്യൽ പ്ലോട്ടോ ആയിരിക്കണം വിൽക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വിറ്റ് കിട്ടിയിട്ടുള്ള ഈ കൺസിഡറേഷൻ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയുള്ള ഇക്വിറ്റി ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എലിജിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടേതും അതുപോലെ തന്നെ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് കമ്പനികളുടേതും ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ അതുപോലെ തന്നെ ഈ പുതിയ കമ്പനി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള കമ്പനികൾ പുതിയതാക്കരുത് കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി ഉള്ള കമ്പനികളെ ഒന്ന് പുതുക്കുക, അങ്ങനെയുള്ള കമ്പനികളായിരിക്കരുത്. പുതിയ കമ്പനി എന്ന് പറയുമ്പോൾ അവിടെയുള്ള മെഷീനറി പുതിയതായിരിക്കണം അല്ലേ. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്കാ പുതിയതായിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയറുകളിലേക്കായിരിക്കണം ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കാലാവധിക്കുള്ളിൽ ഈ ഒരു ഷെയറുകൾ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സംഷൻ കിട്ടി, നമ്മൾ പുതിയ കമ്പനികളുടെ ഷെയറുകളൊക്കെ വാങ്ങി നമുക്ക് എക്സംഷൻ കിട്ടി, ഞാൻ എന്ത് ചെയ്യാണ്, ആ കമ്പനിയുടെ ഷെയർ 5 വർഷത്തിനുള്ളിൽ വിറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സംഷൻ എന്ത് ചെയ്യും, ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ, ദെൻ ലാസ്റ്റ് കണ്ടീഷൻ ആണ്, എക്സംഷൻ ആണ് 54H. എന്താ ഇവിടെ പറയുന്നത്? ഇതും എന്താണ്, കമ്പൽസറി അക്വസിഷൻ ആണ്. ഇവിടെ എന്താണ്, ഗവൺമെന്റ് നിർബന്ധിതമായി ഒരു SSCയുടെ ലാൻഡോ ബിൽഡിങ്ങോ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് കൊടുക്കും ഗവൺമെന്റ്? കോമ്പൻസേഷൻ കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, അപ്പൊ അങ്ങനെ കോമ്പൻസേഷൻ നമുക്കിപ്പോ എന്താണ് മീൻസ് ആ കോമ്പൻസേഷൻ നമുക്ക് ഈ മീൻസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന എക്സംഷൻ ആണ് എന്ത്, സെക്ഷൻ 54H എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കേസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് എക്സാമിന് ഇതിലേതെങ്കിലും അധിക കേസുകളിലും വരാറുള്ളത് ഈ സെക്ഷൻ 54Bയും സെക്ഷൻ 54ഉം 54D ഒക്കെയാണ് അധിക കേസുകളിലും എക്സാമിന് വരാറുള്ളത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് 2003-2004 പർച്ചേസ് ചെയ്തു. എത്ര രൂപക്കാ പർച്ചേസ് ചെയ്തത്? 2,32,000 അയാൾ അന്ന് പർച്ചേസ് ചെയ്തു. അയാൾ അത് വിറ്റു. എന്നാ അയാളെ വിറ്റത് നോക്കി നോക്കൂ, ഡിസംബർ 2019 എത്ര രൂപക്കാ വിറ്റത്? 12 ലക്ഷത്തിനാണ് വിറ്റത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലെ. നോക്കി നോക്കൂ, വാങ്ങിയത് 2003-2004 വിറ്റത് നോക്കി നോക്കൂ ഡിസംബർ 2019 36 മാസത്തിനേക്കാളും കൂടുതൽ കാലം ഇയാൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വിറ്റത്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മളിത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നൊക്കെ തീരുമാനിക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് വേറൊരു കേസും കൂടെ നോക്കണം. നമുക്ക് എക്സംഷൻ കിട്ടുക ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ എക്സംഷൻ കിട്ടുക. അല്ലാത്ത ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, എക്സംഷൻ കിട്ടില്ല. ഇനി എന്ത് ചെയ്തു ഇയാള് ഈ പർച്ചേസ്ഡ് അനദർ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെ. ജനുവരി 2020 1 ലക്ഷം രൂപക്ക് അയാൾ എന്ത് ചെയ്തു, പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങി. അതിനുശേഷം ബാക്കി മൊത്തം 12 ലക്ഷം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ബാക്കി ഇയാൾക്ക് 60,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയല്ല 1 ലക്ഷം രൂപ ഇയാൾ പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. 60,000 രൂപ 1988 ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് ആണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് റേറ്റ്. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2003-2004 ഇയാൾ ഇത് പർച്ചേസ് ചെയ്തത്. അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 109 ആണ്. ഞാൻ ഇത് വിറ്റത് 2019-20 ആണ്. സോ അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് പ്രൊസീഡ്സ് അല്ലെ. അതായത് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റു, നമുക്ക് കിട്ടിയിട്ടുള്ള ഗെയിൻ എത്രയാണ് 12 ലക്ഷം രൂപയാണ് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടോ, അതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെ. അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ
അക്വിസിഷൻ, നമ്മളൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവായിട്ടുള്ള തുക അതിന്റെ ഇൻഡെക്സ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചിട്ടൊന്നും ഇതിൽ പറയുന്നില്ല, ഓൺലി ഇത് മാത്രമേ നമുക്ക് ലെസ് ചെയ്യാനുള്ളൂ. അപ്പൊ എങ്ങനെയാ ചെയ്യാം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ എത്ര രൂപക്കാണോ ഇത് പർച്ചേസ് ചെയ്തത് അഥവാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് 2,32,000 ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി അതിനെ നമ്മള് ഇന്നത്തെ ആ ഒരു മൂല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അതെങ്ങനെ ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു വിറ്റ അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? വിറ്റ അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ഡിവൈഡഡ് ബൈ വാങ്ങിയ അന്നത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 109. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,15,119 കിട്ടും അല്ലെ. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 12 lakhൽ നിന്ന് അത് മൈനസ് ചെയ്യും. ബാക്കി നമുക്ക് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 5,84,881 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെ. ഇനി അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ 12 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സെക്ഷൻ 54B പ്രകാരം ഇയാൾക്ക് എന്തിനുള്ള അർഹതയുണ്ട്? എക്സംഷൻ കിട്ടാനുള്ള അനുമതിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 1 lakh എന്ത് ചെയ്യാം? പുതിയ അഗ്രികൾച്ചറൽ വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു, അതിൽ നിന്ന് കുറക്കാം. അതേപോലെ തന്നെ 12 ലക്ഷത്തിൽ നിന്ന് 60,000 രൂപ അയാള് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 9088 പ്രകാരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ എക്സംഷൻ കിട്ടുമെന്ന് അല്ലെ. അപ്പൊ അങ്ങനെ മൊത്തം ഇയാൾക്ക് സെക്ഷൻ 54B പ്രകാരം 1,60,000 രൂപയുടെ ഡിഡക്ഷൻ കിട്ടും, എക്സംഷൻ കിട്ടും. അപ്പൊ ഇവിടെ ഇയാൾ എന്ത് ചെയ്തു? നമുക്ക് മൊത്തം കിട്ടിയ 5,84,881 നിന്ന് ഈ 1,60,000 മൈനസ് ചെയ്യാം അല്ലെ. ബാക്കി നമുക്ക് കിട്ടുന്ന 4,24,881 മുകളിലാണ് ഇയാള് ടാക്സ് കൊടുക്കേണ്ടത് അല്ലെ. നമ്മൾ ഇതിന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ടാക്സ് റേറ്റ്. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇതിന് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എക്സംഷനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കാണാനും അതുപോലെ തന്നെ എക്സംഷനും ആണ് ഈ ഒരു ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട പോർഷൻ.